നാട്ടിലെ നിയമം സംരക്ഷിക്കുന്ന പോലീസുകാരനൊരു നിയമം, സാധാരണക്കാരനൊരു നിയമം. ഇത് എവിടത്തെ നിയമം സാറേ? സാറ് ഫോൺ വിളിച്ചിട്ട് ഹെൽമെറ്റ് ഇല്ലാണ്ട് വണ്ടി ഓടിച്ചു വരുന്നത് ഞാൻ കണ്ടു. സാറിന് ഇപ്പൊ നിയമങ്ങളൊന്നും ബാധകല്ലേ? ഞാൻ നോ പാർക്കിംഗ് ഏരിയയിൽ വണ്ടി നിർത്തി എന്ന് പറഞ്ഞിട്ടാണല്ലോ സാർ എന്റെ വണ്ടി എടുത്തു കൊണ്ടുപോയത്, എന്നെ പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയതും. ഇതിന് സാറിന് മറുപടി ഒന്നും പറയാനില്ലേ? എന്താടാ നീ എന്നെ ചോദ്യം ചെയ്യാ? അതെ, ചോദ്യം ചെയ്യും സാറേ. ചോദ്യം ചെയ്യാനുള്ള അധികാരം ഉണ്ടല്ലോ. ആ നീ എന്നെ പറ്റി എന്തറിഞ്ഞിട്ട് ചോദ്യം ചെയ്യാൻ നിക്കണേ? നീ നിന്റെ വഴി നോക്കി പൊക്കോ, അതാ നല്ലത്. കൂട്ടുകാരെ, ഇന്നത്തെ ചെമ്മനീർപ്പൂവില് സച്ചിയും പോലീസ് ഇൻസ്പെക്ടർ അരുണും ആയിട്ട് കൊമ്പ് കോർക്കുന്ന ദൃശ്യമാണ് നമ്മൾ കാണുന്നത്. സച്ചി അരുണിന്റെ തെറ്റുകൾ ചൂണ്ടിക്കാണിക്കാണ്. പോലീസുകാരനായിട്ടും നിയമങ്ങൾ ലംഘിക്കുന്ന ഒരു പോലീസുകാരനെതിരെ വിരൽ ചൂണ്ടാണ് സച്ചി. അപ്പൊ ഇന്നത്തെ ചെമ്പന്നപ്പൂവിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. 2 ദിവസമായിട്ട് ഞാൻ കഥ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. രേവതിയുടെ 5 ലക്ഷം രൂപ തട്ടിക്കൊണ്ടുപോയിട്ടുണ്ടായിരുന്നല്ലോ ഗുണ്ടകൾ. അത് അച്ഛമ്മ അതിസാഹസികമായ ഗുണ്ടകളിൽ നിന്നും മേടിച്ചു രേവതിക്ക് കൊടുക്കാതെ ഡയറക്റ്റ് അഡ്വാൻസ് അടച്ചിട്ട് ആ ഓർഡർ രേവതിക്ക് തന്നെ കിട്ടുന്നുണ്ട്. പക്ഷെ ലാസ്റ്റ് ടൈമിലാണ് അച്ഛമ്മയാണ് അതിലത്തെ ഹീറോ എന്ന് എല്ലാവരും അറിയണത്. അത് അറിയണോടുകൂടി രേവതി പറയേണ്ട അച്ഛമ്മോട്, എന്റെ ജീവൻ മാത്രമല്ല അച്ഛമ്മ തിരിച്ചു തന്നത്, എന്റെ ജീവിതം കൂടിയാണെന്ന് പറഞ്ഞിട്ട് അച്ഛമ്മേനെ കെട്ടിപ്പിടിക്കേണ്ട രേവതി. അങ്ങനെ ഒരു ഭയങ്കര നല്ലൊരു നിമിഷങ്ങളൊക്കെ കടന്നുപോയി കഴിഞ്ഞ എപ്പിസോഡുകളിലായിട്ട്. പിന്നെ ഇന്നത്തെ ചെമ്പന്നിപ്പൂവിൽ വരുന്നത് സുധീനെ ബ്രെയിൻ വാഷ് ചെയ്യുന്നുണ്ട്. സുധിയുടെ കൂട്ടുകാരൻ ആനന്ദ് വന്നിട്ട് പറയുന്നുണ്ട്, ഇങ്ങനെ ശ്രുതി നീ തീരെ മൈൻഡ് ചെയ്യാതിരുന്ന അവൾക്ക് വേറെ ഏതെങ്കിലും അഫെയർ വന്നാൽ അവൾ അവൻ്റെ കൂടെ പോവും, നീ അവളെ ശ്രദ്ധിക്കണം, എത്രയും പെട്ടെന്ന് തിരിച്ചു കൊണ്ടുവരാൻ നോക്കണം എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ സുധിയുടെ മനസ്സിലൊരു ടെൻഷനായി, ഇനി ശ്രുതി എങ്ങാനും വേറെ ആരെങ്കിലും സ്നേഹിക്കുമോ, അവരുടെ കൂടെ പോവോ എന്നൊക്കെയുള്ള ടെൻഷനായിട്ടുണ്ട് നമ്മുടെ ശ്രുതിക്ക് കേട്ടോ. അങ്ങനെ സുധിയുടെ മനസ്സിലൊരു തീ കോരിയിട്ടിട്ടാണ് സുധിയുടെ കൂട്ടുകാരൻ പോയിട്ടുള്ളത്. പിന്നെ കാണിക്കേണ്ടത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മുടെ ദേവു രാത്രി എല്ലാവരും ഉറങ്ങിയെന്ന് വിചാരിച്ചിട്ട് ഫോൺ വിളിക്കുകയാണ്. വേറെ ആരെയല്ല, ദേവുവിൻ്റെ കാമുകനായ ഇൻസ്പെക്ടർ അരുണിനെയാണ് ഫോൺ വിളിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അരുണേട്ടാ കിടക്കണ്ടെന്നൊക്കെ, ഇപ്പം കിടക്കാറായില്ലേ ദേവു, നേരെ എത്രയെന്ന വിചാരം, നിനക്ക് കിടക്കൊന്നും വേണ്ടേന്നൊക്കെ ചോദിക്കുമ്പോൾ പറയണ്ട, എത്ര നേരം സംസാരിച്ചാലും എനിക്ക് മതിയാവില്ല എന്നൊക്കെ പറയണ്ട. അപ്പോൾ അവരിങ്ങനെ ഭാവി കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്യാണ്. കല്യാണം കഴിഞ്ഞാൽ എങ്ങനെ, എനിക്ക് നല്ല ടെൻഷൻ ഉണ്ട് എന്നൊക്കെ പറയണ്ട ദേവു. അപ്പോൾ അരുൺ പറയണ്ട, നീ ഒന്നും പേടിക്കണ്ട, ഞാനല്ലേ നിന്റെ കൂടെ ഉള്ള, ഒരു കാര്യം മാത്രം നീ ചെയ്തു തന്നാൽ മതി, കല്യാണം കഴിഞ്ഞിട്ട് ഞാൻ ജോലി കഴിഞ്ഞിട്ട് വരുമ്പോൾ നീ പൂമുഖവാദിക്കൽ ഒന്ന് ചിരിച്ചിട്ട് നിന്നാൽ മതി. പറയുമ്പോൾ എന്തിനാ ചോദിക്കുമ്പോൾ, നിന്റെ ചിരിച്ച മുഖം കാണുമ്പോൾ ഞാൻ എൻ്റെ എല്ലാ ടെൻഷനും മറക്കും എന്നൊക്കെ പറയുമ്പോൾ ദേവും, പിന്നെ എൻ്റെ ചിരിച്ച മുഖം കാണാനാ എന്നിട്ട് പെട്ടെന്ന് ഇങ്ങോട്ട് തിരിയുമ്പോൾ അതുവഴി പാസ് ചെയ്ത് പോയ ലക്ഷ്മി ദേവുവിന്റെ ഈ ഫോൺ സംഭാഷണം കേൾക്കാണ്. അപ്പൊ പെട്ടെന്ന് തിരിഞ്ഞ ദേവു അമ്മേനെ കണ്ടപ്പോ ആകെ ഒരു നിമിഷം ഞെട്ടിത്തിരിക്കാണ്. അമ്മ എന്നിങ്ങനെ പറയണം. എന്നിട്ട് വേഗം ഞാൻ വിളിക്കാൻ പറഞ്ഞിട്ട് ഫോൺ കട്ട് ചെയ്യണം. അപ്പൊ അപ്പുറത്തുനിന്ന് അരുൺ, ഹലോ വെച്ചോ, ഹലോ ദേവു വിളിക്കണേ, ഇതെന്താ പെട്ടെന്ന് വെച്ചിട്ട് പോയേ? എന്തേലും ആവട്ടെ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ അരുൺ ഇരിക്കണ്ടേ. ഈ സമയത്ത് ലക്ഷ്മി വന്നിട്ട് ചോദിക്കും, എന്താണ് നിർത്തേണ്ട വല്ല ആവശ്യം ഉണ്ടായിരുന്നോ? അത് പിന്നെ അമ്മ ഉറങ്ങിയില്ലായിരുന്നോ? ഞാൻ ഉറങ്ങി വിചാരിച്ചിട്ടാവോ നിന്റെ ഈ ഫോൺ വിളിയല്ലേ? സത്യം പറ ദേവു, ആരെ ഫോണില്? അതെന്റെ ഒരു ഫ്രണ്ടോ? നീ കുറച്ചു ദിവസമായി ഞാൻ ശ്രദ്ധിക്കുന്നു, നീ വിചാരിക്കണ്ട ഞാനൊന്നും അറിയുന്നില്ല എന്നൊന്നും വിചാരിക്കണ്ട, ഞാൻ നിന്നെ ശ്രദ്ധിക്കണ്ട. കുറച്ചു ദിവസമായിട്ട് ഫോണിൽ ഇത്തിരി വിളി കൂടുതലാണ് നിനക്ക്. എന്താ നിന്റെ ഉദ്ദേശം? ആരാ നിന്റെ ഫോണില്? ആ ഫോൺ ഇങ്ങെടുത്താ ഞാൻ നോക്കട്ടെ. അമ്മ ഇപ്പം ഇതിൽ നോക്കാൻ മാത്രം ഒന്നുമില്ല. മതി, എന്താ നീ വിളിച്ച് ചോദിച്ചിട്ട് ഫോൺ എനിക്ക് തരാത്തെ? അത് തന്നെ കള്ളത്തരല്ലേ ദേവു, നിർത്തിക്കോ, അതാ നിനക്ക് നല്ലത്. ഞാൻ കുറച്ചു ദിവസമായി നിന്നെ നോട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ആവശ്യമില്ലാത്ത ഒന്നിനും നിൽക്കണ്ടാട്ടെ ദേവു, ഞാനുള്ള കാര്യം പറയാം. അമ്മ എന്തറിഞ്ഞിട്ട് സംസാരിക്കണ? കുറച്ചൊക്കെ എനിക്ക് മനസ്സിലായിട്ട് തന്നെ ഞാൻ സംസാരിക്കുന്നത് പറയുമ്പോൾ ഈ ശബ്ദവും ബഹളമൊക്കെ കേൾക്കുമ്പോൾ ശരത്ത് എഴുന്നേറ്റ് വരാണ്. എന്താ അമ്മ ചോദിക്കുമ്പോൾ ശരത്തിനെ കാണുമ്പോൾ അമ്മ ഒന്നും പറയണില്ലേ, ഒന്നുമില്ല പറഞ്ഞിട്ട് അങ്ങനെ ദേവുവിനെ നോക്കിയിട്ട് കിടക്കാൻ പോവാണ്. അപ്പൊ ശരത്ത് ചോദിക്കും, എന്താടി? ഒന്നുമില്ല, നിന്റെ ഫോൺ വിളി അമ്മ പിടിച്ചൂലേ? കുറച്ച് കൂടുതലാണല്ലേ, എവിടെയോ കൊളുത്തിയിട്ടുണ്ടല്ലേ എന്നൊക്കെ ചോദിക്കുകയാണ്. എനിക്ക് പൊട്ട സ്വഭാവമുള്ള സമയത്ത് എന്നെ നന്നാക്കിയത് ആരാന്നറിയാം? സച്ചേട്ടൻ ഒറ്റ ഒരാൾ കാരണം ഞാൻ നന്നായത്. സച്ചേട്ടനോട് പറയട്ടെ നിന്റെ കാര്യം എന്നൊക്കെ ചോദിക്കണം. അതിനിപ്പോ നിങ്ങൾ വിചാരിക്കണ മാത്രം ഒന്നുമില്ല. ആയിക്കോട്ടെ, കുറച്ചൊക്കെ ദിവസമായിട്ട് ഞാനും ശ്രദ്ധിക്കുന്നുണ്ട്, നോക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ശരത്തും പോവാണ്. അപ്പൊ ദേവു ഇങ്ങനെ മനസ്സിൽ വിചാരിക്കാണ്, എല്ലാവരും അറിഞ്ഞു തുടങ്ങിയിട്ടുണ്ട്, ഇനി ചോദ്യം ചെയ്യാനായിട്ടുള്ള മുന്നേ എല്ലാ കാര്യങ്ങളും എല്ലാവരോടും തുറന്നു പറയണം, എല്ലാവരുടെ അനുഗ്രഹത്തോട് കൂടി വേണം ഞങ്ങളുടെ വിവാഹം നടക്കാനൊക്കെ അങ്ങനെ ദേവു ഇങ്ങനെ നിന്നിട്ട് ആലോചിക്കുകയാണ്. പിന്നെ കാണിക്കുന്നത് പിറ്റേ ദിവസം രാവിലെ ഉപ്പുമാവിനുള്ള സബോള, പച്ചമുളക്, കരുവേപ്പിൻ്റെ ഇത്യാദി സാധനങ്ങളൊക്കെ എടുത്ത് വെച്ചിരിക്കണ ആര്യ നമ്മുടെ രേവതിയാന്ന് വിചാരിക്കുന്നുണ്ടാവില്ല എല്ലാവരും. പക്ഷെ രേവതിയല്ല, വർഷയാണ് ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുന്നത്. നോക്കുമ്പോൾ വർഷ യൂട്യൂബ് നോക്കി വീഡിയോസ് ഒക്കെ നോക്കിയിട്ട് ഉപ്പുമാവിന് വേണ്ടിയിട്ട്, ഉപ്പുമാവാണ് ഉണ്ടാക്കേണ്ടത്, ഉപ്പുമാവിന് വേണ്ടിയിട്ടുള്ള സബോളയും പച്ചമുളകും കരുവേപ്പിൻ്റെ ഇലയൊക്കെ ചീഞ്ചട്ടിയിലിട്ട് വഴറ്റുന്ന സമയത്ത് രേവതി വന്നിട്ട്, വർഷം നീ എന്താ ഉണ്ടാക്കണ നോക്കുമ്പോൾ ഞാൻ ഉപ്പുമാവ് ഉണ്ടാക്കാൻ രേവതി ചേച്ചി പറയാണ്. ഏറ്റവും എളുപ്പമായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഡിഷ് ഏതാന്ന് നോക്കിയപ്പോൾ ഉപ്പുമാവെന്ന് ഞാൻ കണ്ടത്.
അപ്പൊ ഞാൻ ഉപ്പുമാവ് ഉണ്ടാക്കാണ് പറയണത്. അതെ, അല്ലെങ്കിൽ ഉപ്പുമാവ് തന്നെ എളുപ്പം ഉണ്ടാക്കാൻ പറ്റണത്. ഞാൻ സഹായിക്കണ നോക്കുമ്പോ വേണ്ട രേവതി ചേച്ചി, ഇന്ന് കാലത്ത് ബ്രേക്ക്ഫാസ്റ്റ് ഞാനാണ് ഉണ്ടാക്കണത്. ഞാൻ വീഡിയോ നോക്കി എല്ലാം പഠിച്ചിട്ടുണ്ട്. ചേച്ചി പൊക്കോ, ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് എന്റെ വകയാണ്, ഞാൻ ഉണ്ടാക്കണ ബ്രേക്ക്ഫാസ്റ്റ് ആണെന്ന് ഇവിടെ എല്ലാരും കഴിക്കാൻ പോണെന്ന് പറയുമ്പോ, ആണോ ഹെൽപ്പ് വേണോ ചോദിക്കുമ്പോ, ഹെൽപ്പ് ഒന്നും വേണ്ട ചേച്ചി പൊക്കോ, ആയി കഴിഞ്ഞാൽ ഞാൻ വിളിക്കാട്ടോ പറയണോ. ശരി ശരി എന്ന് പറയാണ് രേവതി. അങ്ങനെ രേവതി അവിടെ നിന്ന് പോവാണ്. വർഷ കുക്ക് ചെയ്യാണ്. ഈ സമയത്ത് ശ്രീകാന്ത് ഇവളെന്താ അടുക്കളയിൽ ചെയ്യണമെന്ന് വിചാരിച്ചിട്ട് ശ്രീകാന്ത് വരികയാണ്. വന്നിട്ട് ചോദിക്കുക, വർഷ നീ എന്താ ചെയ്യണേ? ഞാൻ ഉപ്പുമാവ് ഉണ്ടാക്കാണ് പറയണ. ഉപ്പുമാവോ? നിന്നോടാരാ ഉപ്പുമാവ് ഉണ്ടാക്കാൻ പറഞ്ഞേ? ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് എന്റെ വകയാ. ബ്രേക്ക്ഫാസ്റ്റോ? അപ്പൊ ഇന്ന് എല്ലാവരും ഇതാണോ കഴിക്കേണ്ടത്? അതെ, ഇന്ന് ഈ വീട്ടിലെല്ലാവരും, നീ ഉൾപ്പെടെ, ശ്രീകാന്ത് ഉൾപ്പെടെ എല്ലാവരും ഇന്ന് ഞാൻ ഉണ്ടാക്കണ ബ്രേക്ക്ഫാസ്റ്റ് ആണ് കഴിക്കേണ്ടത്. വർഷ റിസ്ക് എടുക്കണോ? ഞാൻ സഹായിക്കണോ ചോദിക്കുമ്പോ, ഒന്നും വേണ്ട, നീ പോയിക്കേ, നീ എന്റെ അടുത്ത് ഇടി മേടിക്കും പറയുമ്പോ, ശരി ശരി ഞാൻ പൊക്കോളാം എന്ന് പറഞ്ഞിട്ട് ശ്രീകാന്ത് അവിടുന്ന് പോവാണ്. പിന്നെ അങ്ങനെ എല്ലാവരും ഊണുമേശയില് വെയിറ്റ് ചെയ്തോണ്ടിരിക്കുകയാണ്. ചന്ദ്രമതി പറയുന്നുണ്ട്, എത്ര നേരമായി കാത്തിരിക്കണ, ഒരു ഉപ്മാവ് ഉണ്ടാക്കാൻ എത്ര സമയം വേണോ എന്നൊക്കെ അങ്ങനെ ചോദിക്കുന്നുണ്ട്. എല്ലാരും വെയിറ്റ് ചെയ്തിട്ടാണ് വർഷയുടെ ഉപ്മാവ് കാത്തിട്ട്. ആ സമയത്ത് വർഷ ഉപ്മാവും കൊണ്ട് പറയണ, ബ്രേക്ക്ഫാസ്റ്റ് റെഡി പറയണം. അപ്പൊ എന്നാ വിളമ്പ് വർഷയെ പറയണം. വർഷ കാസറോള് തുറന്നിട്ട് ഉപ്മാവ് എടുത്ത് വിളമ്പാൻ നോക്കുമ്പോ ഉപ്മാവ് കിട്ടണുണ്ടോ ഒട്ടി പിടിച്ചിട്ട്. വർഷ ഇങ്ങനെ കയ്യിലിട്ട് കുത്തനെ കിട്ടണില്ല. ഏകദേശം ഒരുവിധം വർഷ കയ്യിലോണ്ട് കുത്തി കുത്തി ഓരോരുത്തരുടെ പ്ലേറ്റിലേക്കും കുറച്ച് ഉപ്പുമാവ് ഇട്ടു. ഉപ്പുമാവ് ഇട്ടപ്പോ മതി 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 പറയണ്ട എല്ലാവരും. അതെ, ഇത് എന്നത്തെ എന്റെ സ്പെഷ്യൽ ഉപ്പുമാവ് കഴിച്ചു നോക്കിയേ പറയണം. അങ്ങനെ കഴിച്ചവരുടെ ഓരോരുത്തരുടെയും മുഖത്തെ എക്സ്പ്രഷൻ എന്ന് മനസ്സിലാവാം എന്തുമാത്രം ടേസ്റ്റ് ആണ് ഉപ്മാവിന് എന്ന്. കഴിച്ചവര് കച്ചിട്ട് ഇറക്കാനും വയ്യ, മധുരിച്ചിട്ട് തുപ്പാനും വയ്യാത്ത അവസ്ഥയായിട്ടാണ് ഇരിക്കണത്. വർഷമൊക്കെ എന്തെല്ലാരും കഴിക്കാത്ത, ടേസ്റ്റ് ഇല്ലേ, ഞാൻ ഉണ്ടാക്കിയതാ, ഞാൻ വീഡിയോസ് ഒക്കെ നോക്കി ഉണ്ടാക്കിയതാന്ന് പറയാണ്. ചന്ദ്രമതി പറയണ, ഇങ്ങനെയാണോ ഉപ്പുമാവ് ഉണ്ടാക്കുക വർഷേ? അതെ, നന്നായിട്ടില്ലേ രേവതി ചേച്ചി? കഴിച്ചു നോക്കിയാൽ നന്നായിട്ടില്ലേ? വളരെ നന്നായിട്ട് പറയണ രേവതി സച്ചിയൊക്കെ. രവീന്ദ്രനാണെങ്കിൽ അത് വായലിട്ടിട്ട് ഇറക്ക വേണ്ട തുപ്പ വേണ്ടെന്ന് അറിയാത്ത അവസ്ഥയായിട്ടാണ് ഇരിക്കണം. അങ്ങനെ ആ സമയത്ത് ശ്രീനാഥ് പറയണ, പക്ഷേ ഇത് നീ കഴിച്ചു നോക്കി നോക്കുമ്പോ ഇല്ല, നന്നായിട്ടുണ്ട് പക്ഷെ നന്നായിട്ടുണ്ട് പറയണ സച്ചി. അപ്പൊ ചന്ദ്രമതി പറയാണ്, ഈ വീട്ടില് ഞാൻ വിചാരിച്ചത് ആരെങ്കിലൊക്കെ കുറച്ച് സത്യം പറയണവരുണ്ടെന്ന്, എല്ലാവരും കള്ളം പറയണവരെന്ന് ഇപ്പൊ മനസ്സിലായതെന്ന് പറയാണ് സച്ചിന്ന് ചൂണ്ടിക്കാണിച്ചത്. കാരണം സച്ചി ഉപ്പുമാവ് നന്നായിട്ട് പറഞ്ഞത് വളരെ മോശമായിട്ടുണ്ടെങ്കിലും വർഷയെ വിഷമിപ്പിക്കണ്ടെന്ന് വിചാരിച്ചിട്ടാണ് മനസ്സിലായത്. അപ്പൊ വർഷ പറയണ, എല്ലാവർക്കും ഇഷ്ടമായില്ലേ? അപ്പൊ ഒരു കാര്യം ചെയ്യാം, നാളെ മുതൽ ഈ വീട്ടില് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് എന്റെ വക പറയും. വർഷയുടെ വക വെച്ചിട്ട് രേവതി അടക്കം എല്ലാവരും ഞെട്ടാണ്. അപ്പൊ ശ്രീകാന്ത് പെട്ടെന്ന് എഴുന്നേറ്റിട്ട് വേണ, വർഷേ നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോ ഭക്ഷണം ഉണ്ടാക്കുമ്പോ നമ്മൾ കഴിച്ചു നോക്കണ്ടേ? നീ ഉണ്ടാക്കിയ ഭക്ഷണം നീ കഴിച്ചു നോക്കണ്ടേ? എന്നാ കുറച്ച് കഴിക്കും, ഞാൻ കഴിച്ചോളാം ശ്രീകാന്ത്. അത് പറഞ്ഞാൽ പറ്റില്ല, നീ കഴിക്കുക പറഞ്ഞിട്ട് ഉപ്പുമാവിന്ന് ഒരു കഷ്ണം എടുത്തിട്ട് വർഷയ്ക്ക് ഇട്ട് കൊടുക്കാണ്. അപ്പൊ വർഷ അത് കഴിച്ചു നോക്കുമ്പോ പറയണ, അയ്യേ ഇത് എന്തൊരു വൃത്തികെട്ട ടേസ്റ്റാ, ഇത് ഒരു സാധനമില്ലല്ലോ, ഇത് കഴിച്ചിട്ടാണോ നിങ്ങളൊക്കെ നന്നായിട്ടുണ്ട് പറഞ്ഞിട്ട് എന്നെ പുകഴ്ത്തിയത് എന്ന് ചോദിക്കാണ് വർഷ. അപ്പൊ രേവതി പറയണ, സാരല്ല, ഇങ്ങനെയൊക്കെ തന്നെയല്ലേ പഠിക്കുക, ഒരു കാര്യം ചെയ്യാം, നാളെ തൊട്ട് ഞാൻ ഫുഡ് ഉണ്ടാക്കുമ്പോ നീ എന്റെ കൂടെ കൂടിക്കോ, ഞാൻ നിനക്ക് പാചകമൊക്കെ പഠിപ്പിച്ചു തരാ പറയുമ്പോ, താങ്ക്സ് ചേച്ചി പറയണം. അങ്ങനെ വർഷയ്ക്ക് പാചകം പഠിപ്പിക്കാന്നുള്ള റിസ്ക് പിടിച്ച ജോലി നമ്മുടെ രേവതി ഏറ്റെടുക്കാണ്. അത് കഴിഞ്ഞ് സച്ചി ഓട്ടത്തിന് വേണ്ടിയിട്ട് ടാക്സി സ്റ്റാൻഡിൽ വന്നിക്കാണ്. ഈച്ചന്റെ കൂടെ ഈച്ചയോട് വർത്താനം പറഞ്ഞ, ഈച്ച ഒരു പെൺകുട്ടിയുടെ പിന്നാലെ നടന്നു. പക്ഷെ ആ പെൺകുട്ടിയുടെ കല്യാണം ഉറപ്പിച്ചതായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് അവർ പരസ്പരം ചിരിക്കണ സമയത്താണ് പെട്ടെന്ന് സച്ചിയെ കാഴ്ച കാണുന്നത്. വേറൊന്നുമല്ല, സച്ചിയുടെ പൊതുശത്രുവായ സച്ചിനെ എപ്പോഴും വിഷമിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഇൻസ്പെക്ടർ ബൈക്കില് ഹെൽമെറ്റ് ഒന്നും ഇല്ലാണ്ട് ചെവിയില് മൊബൈൽ ഫോണും വെച്ചിട്ട് സംസാരിച്ചു വരുന്ന കാഴ്ചയാണ് സച്ചി കാണുന്നത്. അപ്പൊ സച്ചി ഈച്ചയോട് ചോദിക്കുന്നുണ്ട്, ഈച്ചെ അതാ ഓഫീസർ അല്ലടാ, പോലീസ് ഓഫീസർ, എന്നോട് എപ്പോഴും തല്ലുകൂടുന്ന പോലീസ് ഓഫീസർ ഒക്കെ. ഈച്ച അതെ, അവനപ്പൊ ഹെൽമെറ്റ് ഒന്നും ഇല്ലാതെ വണ്ടി ഓടിക്കാം അല്ലെ, അവനപ്പൊ എന്ത് വേണമെങ്കിലും ചെയ്യാല്ലേ, അവന് ഞാൻ ഇപ്പൊ ശരിയാക്കി തരാം, ഞാൻ ഇത് വീഡിയോ എടുത്തിട്ട് ഞാൻ സോഷ്യൽ മീഡിയയിൽ ഇടുന്നൊക്കെ പറയുമ്പോ ഈച്ച പറയാണ്, വേണ്ട സച്ചി, ആവശ്യമില്ലാത്തതിന് നിൽക്കല്ലേ, നീ വെറുതെ ഓരോന്നിന് നിൽക്കണ്ട, അയാൾ എന്താ ചെയ്തോട്ടെ എന്ന് പറയുമ്പോ, അങ്ങനെ അത് വിട്ടുകൊടുക്കാൻ പറ്റില്ലല്ലോ, നമുക്കൊരു നിയമം അവർക്കൊരു നിയമം എന്ന് പറഞ്ഞിട്ട് വിട്ടുകൊടുക്കാൻ പറ്റില്ലല്ലോ ഈച്ച എന്നൊക്കെ പറഞ്ഞിട്ട് സച്ചി വീഡിയോ എടുക്കാണ്. ആള് ഫോണിൽ സംസാരിച്ചിട്ട് ഹെൽമെറ്റ് ഒന്നും ഇല്ലാതെ വണ്ടിയിൽ വരുന്ന ഭാഗം സച്ചി വീഡിയോ എടുക്കാണ്. അപ്പോഴേ ഈച്ച പറയണ്ട, വേണ്ട സച്ചി, ആവശ്യമില്ലാത്തതിന് നിൽക്കണ്ടെന്നൊക്കെ പറയണ്ട. അങ്ങനെ പോലീസ് ഓഫീസറായ അരുൺ വർത്താനം പറയണ്ട്, പെട്ടെന്ന് അമ്മയ്ക്ക് വയ്യാണ്ട് ഞാൻ ശ്രദ്ധിച്ചിട്ട് ഞാൻ മരുന്ന് മേടിക്കാൻ വേണ്ടി വന്നേക്കാ, മരുന്ന് മേടിച്ചിട്ട് ഞാൻ ഇപ്പൊ തന്നെ പോകുന്നൊക്കെ ഫോണിൽ സംസാരിച്ചിട്ട് ഫോൺ കട്ട് ചെയ്ത് മെഡിക്കൽ ഷോപ്പിൽ കയറി മരുന്നൊക്കെ മേടിച്ച് തിരിച്ചിറങ്ങുമ്പോ സച്ചി ഹലോ പറഞ്ഞിട്ട് വിളിക്കുകയാണ്. അപ്പൊ നോക്കുമ്പോ പോലീസ് ഓഫീസർ അരുൺ നോക്കുമ്പോ സച്ചിയാണ്. എന്താ ചോദിക്കുമ്പോ, അല്ല അങ്ങനെ അങ്ങോട്ട് പോയാലോ സാറേ, എന്താ ഇപ്പൊ നിനക്ക് വേണ്ടത് ചോദിക്കുമ്പോ, അല്ല സാറേ
ഈ നിയമം ഞങ്ങളെ പോലുള്ള പാവങ്ങൾക്ക് മാത്രമേ ഉള്ളൂ, നിങ്ങളെ പോലുള്ളവർക്ക് ബാധകല്ലേ? എന്താ നീ ഉദ്ദേശിച്ച് ചോദിക്കുമ്പോ പറയണം, അല്ല സാറ് വരവ് ഞാൻ കണ്ടു, ഹെൽമെറ്റ് ഇല്ല, ചെവിയിൽ ഫോണും വെച്ചിട്ട് സംസാരിച്ചിട്ട് ഡ്രൈവ് ചെയ്ത് വരണ കണ്ടു. ഞാൻ അന്ന് നോർ പാർക്കിംഗ് ഏരിയയില് വണ്ടി നിർത്തിയിട്ട് ആ വണ്ടി സാർ എടുത്തുകൊണ്ടായി എന്നെ പോലീസ് സ്റ്റേഷനിലേക്ക് വരുത്തിച്ചു. എന്നെ ജയിലിൽ അടച്ചു, അല്ല എന്നെ സെല്ലിൽ അടച്ചു. ഇതൊക്കെ ചെയ്തു ഇല്ലേ? ഇപ്പൊ ഈ നിയമങ്ങളൊന്നും സാറിന് ബാധകല്ല എന്നുണ്ടോ? ഈ നിയമം സംരക്ഷിക്കുന്ന പോലീസുകാർക്കൊന്നും ഈ നിയമങ്ങൾ സംരക്ഷിക്കണ്ടെന്നാണോ ചോദിക്കുമ്പോ, അത് പിന്നെ ഞാൻ പെട്ടെന്ന് ഇറങ്ങുന്ന സമയത്ത് ഹെൽമെറ്റ് എടുക്കാൻ മറന്നു പറയാണ് അരുണ്. ഹെൽമെറ്റ് എടുക്കാൻ മറന്നു, ഇതൊക്കെ ഒരു ന്യായാണോ സാറേ? അപ്പൊ അരുൺ പറയാണ്, നീ എന്നോട് കൊമ്പ് ഓർക്കാൻ നിൽക്കണ്ട, എന്റെ സ്വഭാവം നിനക്കറിയില്ല, നീ എന്നെ പറ്റി അന്വേഷിച്ചിട്ടില്ലല്ലോ, ഞാൻ എങ്ങനത്തെ ആളാന്ന് നിനക്കറിയില്ലല്ലോ, നിനക്ക് അറിയാനിട്ടാണ് നീ കളിക്കുന്നത്, എനിക്കെതിരെ കളിക്കാൻ നിൽക്കണ്ട പറയുമ്പോ, എനിക്കറിയാം സാറേ, നിങ്ങൾ എന്നെ എന്തുമാത്രം വിഷമിപ്പിച്ചിട്ടുണ്ടെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. നിങ്ങൾ ഹെൽമെറ്റ് ഇല്ലാണ്ട് വണ്ടി ഓടിച്ച് മൊബൈൽ ഫോണിൽ സംസാരിച്ചു വരുന്ന വീഡിയോ ഒക്കെ ഞാൻ എന്റെ ഫോണിൽ എടുത്തു. ഇത് വെച്ചിട്ട് ഞാനൊരു കളി കളിക്കും, സാറിന് അറിയണോ? അത് വെച്ചിട്ട് എനിക്ക് എന്താ ചെയ്യാൻ പറ്റും? ബെട്ടാ നിന്നെ ഞാൻ പറഞ്ഞിട്ട് അരുൺ സച്ചിയുടെ കയ്യിൽ കയറി പിടിക്കാൻ, അടിക്കാൻ വേണ്ടിയിട്ട് കൈ വാങ്ങുമ്പോ സച്ചിയ കയ്യിൽ പിടിക്കാണ്. വേണ്ട സാറേ, വേണ്ട സാറേ, വേണ്ട. കാര്യം പറയുമ്പോ ചൂടായിട്ട് കാര്യമില്ല. നിനക്കറിയില്ല ഞാൻ എന്ത് രീതിയിലുള്ള പോലീസ് ഓഫീസറാ നിനക്കറിയില്ല, നിനക്കുള്ള പണി ഞാൻ തരാടാ, അത് ഞാൻ തന്നെ ഉണ്ടാക്കി തന്നെ ഞാൻ കൊടുക്കും എന്നൊക്കെ പറയണ അരുൺ. ഈ വീഡിയോ വെച്ചിട്ട് എനിക്കും പണി തരാൻ അറിയാം സാറേ പറയുമ്പോ, നീ എന്താ ചെയ്യടാ, നിന്നെ കൊണ്ട് പറ്റുന്നത് നീ ചെയ്യടാന്ന് പറഞ്ഞിട്ട് അങ്ങനെ സച്ചിനെ വെല്ലുവിളിച്ചിട്ട് അരുൺ പോവാണ്. അപ്പൊ സച്ചി ആ വീഡിയോ വെച്ചിട്ട് അരുണിനുള്ള നല്ലൊരു മുട്ടൻ പണി കൊടുക്കാനുള്ള തയ്യാറെടുപ്പിലാണ്. എന്തായാലും അരുണിനുള്ള പണി, സച്ചി ഉദ്ദേശിക്കുന്ന വീഡിയോ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്തിട്ട് അരുണിനുള്ള പണി കൊടുക്കാനാണ് സച്ചി ഉദ്ദേശിക്കുന്നത്. അതോടുകൂടി അവൻ സസ്പെൻഷനിലാവുമെന്ന് ഉറപ്പാണ്, അരുൺ സസ്പെൻഷനിലാവുമെന്ന് ഉറപ്പാണ്. അപ്പം നമുക്ക് അതിൻ്റെ പ്രകാരം ഉണ്ടായിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് അടുത്ത എപ്പിസോഡിൽ കാണാം. അപ്പം എന്നത്തെയും പോലെ എൻ്റെ കഥ കേട്ട് ഇഷ്ടപ്പെട്ട കൂട്ടുകാർ എൻ്റെ ചാനലൊന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ കമൻസുകളൊക്കെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും താങ്ക്